വാഹനം വാങ്ങുമ്പോൾ ആദ്യം നോക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മൈലേജ്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ദൂരം ഓടുക എന്നതാണ് ആളുകളുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ ഇന്ധനക്ഷമതയുള്ള കാറുകൾ നോക്കി വാങ്ങുന്നത് ഇന്ത്യക്കാരുടെ പൊതുവായ ഒരു സ്വഭാവമാണ്. മൈലേജ് കൂടുതൽ വേണ്ടവർ വാങ്ങുന്നത് ഡീസൽ മോഡലുകളായിരിക്കും. വാഹന വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കൈയടക്കുകയാണെങ്കിലും നല്ല ഇന്ധനക്ഷമത കാരണം ഓയിൽ ബർണറുകളോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട്. ഇപ്പോഴിതാ ഫുൾ ടാങ്ക് ഡീസലിൽ 2831 കിലോമീറ്റർ ഓടി ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഒരു കാർ. ഫുൾ ടാങ്ക് ഡീസലിൽ 2831 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് സ്കോഡയുടെ സൂപ്പർ സെഡാനാണ് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഫാബിയ RS റാലി 2-വിൽ സ്കോഡയ്ക്ക് വേണ്ടി 2025 യൂറോപ്യൻ റാലി ചാമ്പ്യൻഷിപ്പ് നേടിയ പോളിഷ് റാലി ഡ്രൈവറായ മിക്കോ മാർസിക്കാണ് ഈ പരീക്ഷണം നടത്തിയത്. എക്സിക്യൂട്ടീവ് സെഡാന്റെ 2 ലിറ്റർ TDI എഞ്ചിനാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഡീസൽ റീഫിൽ ചെയ്യാതെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചതിന്റെ പുതിയ ലോക റെക്കോർഡാണ് സൂപ്പർബ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് അല്ലാത്ത പെട്രോൾ എഞ്ചിനുകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഇന്ധനക്ഷമത കണക്കുകൾ ഡീസൽ എഞ്ചിനുകൾക്ക് നൽകാൻ കഴിയുമെന്നതിന്റെ ഒരു തെളിവ് കൂടിയാണിത്. സ്കോഡ പുറത്തിറക്കുന്ന 2 ലിറ്റർ TDI സ്റ്റോക്ക് എഞ്ചിൻ വെച്ചാണ് സ്കോഡ സൂപ്പർബ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചത്. പ്രത്യേക ട്യൂണിംഗ് ഒന്നും ഇതിൽ നൽകിയിട്ടില്ല. 148 bhp പവറിൽ പരമാവധി 360 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിൻ 7 സ്പീഡ് DSG ഗിയർബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത്. ഇതിനായി ഫ്രണ്ട് വീൽ ഡ്രൈവുമായി വരുന്ന സ്കോഡ സൂപ്പർബിന്റെ എസൻസ് ട്രിം കാറാണ് ഉപയോഗിച്ചത്. 100 കിലോമീറ്ററിന് 4.8 ലിറ്റർ ആണ് ഇതിന്റെ ഔദ്യോഗിക WLTP ഇന്ധന ഉപഭോഗം. ഇത്രയും വലുപ്പമുള്ളൊരു മോഡൽ ഇത്രയും മൈലേജ് നൽകുന്നത് അത്ഭുതമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഏകദേശം 5 മീറ്റർ നീളമാണ് എക്സിക്യൂട്ടീവ് സെഡാൻ ഉള്ളത്. 1.6 ടൺ ഭാരമാണ് മൊത്തത്തിലുള്ളത്. ശരാശരി 100 കിലോമീറ്ററിന് 2.61 ലിറ്റർ അല്ലെങ്കിൽ ലിറ്ററിന് 38.3 കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് സ്കോഡ സൂപ്പർ ഡീസൽ നൽകിയിരിക്കുന്നത്. അതേസമയം പരീക്ഷണം നടത്തിയത് ഇന്ത്യയിലല്ല. അതുകൊണ്ട് തന്നെ നല്ല റോഡും കുറഞ്ഞ ട്രാഫിക്കും എല്ലാം ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പോളണ്ടിൽ നിന്ന് ജർമ്മനി, ഫ്രാൻസ് വഴിയും നെതർലാൻഡ്സ്, ബെൽജിയം, ജർമ്മനി വഴിയും തിരിച്ചുമുള്ള യാത്രയിലുമാണ് വാഹനം പരീക്ഷിക്കപ്പെട്ടത്. ഈ വഴിയിലൂടെയുള്ള താപനില തണുപ്പുള്ളതും ചിലപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്നതുമായിരുന്നു. ഇക്കാരണം കൊണ്ടാണ് 66 ലിറ്റർ ഫ്യൂലിൽ 2831 കിലോമീറ്റർ സിംഗിൾ ടാങ്ക് റേഞ്ച് കാറിന് നൽകാനായത്. സ്റ്റോക്ക് കണ്ടീഷനിൽ 66 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് സൂപ്പർബിനുള്ളത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 15 മില്ലിമീറ്റർ കുറയ്ക്കുന്നതിന് 16 ഇഞ്ച് അലോയ് വീലുകളിലെ ലോ റെസിസ്റ്റൻസ് ടയറുകളും സ്പോർട്ട് ലൈൻ വേരിയന്റിൽ നിന്നുള്ള സസ്പെൻഷൻ സ്പ്രിങ്ങുകളും മാത്രമാണ് റെക്കോർഡ് കൈവരിക്കാനായി മാറിയത്. മിക്ക സമയത്തും മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത നിലനിർത്തിക്കൊണ്ടാണ് സൂപ്പർബ് ഓടിയെത്തിയത്.